ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എക്സാമിനർ ഫാമിലി. ഇത് സാറാണ്. അപ്പോൾ അതാ മക്കൾക്ക് ഇനി അറിയേണ്ട മെയിൻ കാര്യമാണ് നമ്മൾ ഈ തമ്പ് കൊടുത്തിട്ടുള്ളത്. എപ്പോഴാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? യെസ്. അപ്പോൾ എന്താണ് ഒരു സ്കൂളിങ്ങിൻ്റെ പുതിയൊരു സെക്ഷനിലേക്കൊക്കെ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്കൂളിങ്ങിൻ്റെ അവസാനത്തെ ലെവൽ +1 +2ലേക്ക് ഇതാ നമ്മൾ കയറാൻ പോവുകയാണ്. അപ്പം എല്ലാവരും ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുകയായിരിക്കും +1 പഠിച്ചു തുടങ്ങും. പ്രത്യേകിച്ച് നമ്മൾ കൊമേഴ്സ് സ്റ്റുഡൻസ്, കാരണം കംപ്ലീറ്റ് നമുക്ക് പുതിയതാണ്, പുതിയ ക്ലാസ്സാണ്, പുതിയ സബ്ജക്റ്റാണ്, സെറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ പോവുകയാണ്. നമ്മുടെ ക്ലാസ് ഇതാ ഇന്ന് കൃത്യം 19 ഡേറ്റ് മെയ് 19 ഇന്ന് കൃത്യം 7:30 നമ്മുടെ എക്സാമിനർ കൊമേഴ്സ് ബാച്ച് ജ്വാല ബാച്ചിൻ്റെ ഓറിയൻറ്റേഷനായിട്ട് സാറും മിസ്സും വരുന്നതായിരിക്കും. ഓക്കെ, ഇന്ന് കൃത്യം 7:30 ഇതാ നമ്മുടെ ചാനലിൽ ഇപ്പോഴേ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡി മകൾ? കൃത്യം എന്താക്കി 7:30 ആകുമ്പോൾ ലൈവിലേക്ക് കയറുക, നമുക്ക് സെറ്റാക്കാം. റെഡി? അപ്പോൾ ഇന്ന് നമ്മുടെ ബാച്ച് ഓറിയന്റേഷൻ, ബാച്ച് ഓറിയന്റേഷൻ മീൻസ് മറ്റൊന്നുമല്ല, ബാച്ചിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് ക്ലാസ് കാര്യങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മളോട് പറയും. ഓക്കെ, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഈ വർഷം എന്താണ് നമ്മുടെ പ്ലാന്, എങ്ങനെയൊക്കെ നമ്മൾ എക്സാമിന് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം, ഏത് ടൈമിൽ നമ്മൾ തീർക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും മക്കൾ കൃത്യമായിട്ട് ഇതാ ഇന്നത്തെ ഓറിയന്റേഷനിലൂടെ മക്കൾ മനസ്സിലാക്കും. സെറ്റ്? റെഡി? ദെൻ ഇന്നത്തെ ഈ ഒരു ഓറിയന്റേഷൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങൾ, അതായത് 20, 21, 22 ആ ഒരു 3 ദിവസങ്ങളിലായിട്ട് നമ്മൾ എന്താക്കും, നമ്മുടെ ക്ലാസ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നമ്മൾ പഠിച്ചു തുടങ്ങും. ഓക്കെ, പഠിച്ചു തുടങ്ങുക എന്ന് വെച്ചാൽ +1 നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിന് എന്താണ്, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ്? പ്രത്യേകിച്ച് നമ്മൾ കൊമേഴ്സുകാർ എന്താണ്, നമുക്ക് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, നമുക്ക് അറിയാത്ത സബ്ജക്റ്റുകളാണ് അല്ലേ? നമുക്ക് അതിനൊക്കെ എന്താണ് കൃത്യമായിട്ട് എന്ത് വേണം, ബേസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിട്ടേണ്ടതുണ്ട് അല്ലേ? അത് കിട്ടിയിട്ട് വേണം നമ്മൾ എന്താക്കാൻ, നല്ല കംപ്ലീറ്റ് ആയിട്ട് ചാപ്റ്ററിലേക്ക് കടക്കാൻ. റെഡി? അപ്പോൾ ആ ഒരു ബേസിക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ മക്കൾക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടേണ്ടതുണ്ട്. സ്കൂളിൽ ക്ലാസ് ഒക്കെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമുക്കത് വ്യക്തമായി മനസ്സിലാവേണ്ടതുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു കൊടുക്കും. അക്കൗണ്ടൻസി ആയാലും ബിസിനസ് സ്റ്റഡീസ് ആയാലും എക്കണോമിക്സ് ആയാലും എല്ലാം. റെഡി? സ്കൂളിംഗ് ഒക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് മക്കൾ സെറ്റ് ആവും. കൊമേഴ്സ് നമുക്ക് എന്താണ് പരിചിതമായിട്ടുള്ള ഒരു സബ്ജക്റ്റായി മാറും. അങ്ങനെ ആക്കി തരും നമ്മൾ. അങ്ങനെയാണ് നമ്മൾ ബാച്ച് നമ്മൾ സെറ്റ് വെച്ചിട്ടുള്ളത്. റെഡി? യെസ്. അപ്പോൾ മറക്കണ്ട, ഇന്ന് കൃത്യം 7:30 സാറ് മിസ്സും ഉണ്ടാവും ബാച്ച് ഓറിയന്റേഷനായിട്ട്. മക്കളെ കൃത്യം ലൈവിൽ ജോയിൻ ചെയ്യുക, നമുക്ക് അവിടെ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഏതാണ് സബ്ജക്റ്റ്, എപ്പോഴാണ് ടൈം എന്നുള്ള ഒക്കെ വഴിയെ മക്കളോട് പറയും. ഓക്കെ, അപ്പോൾ റെഡി അല്ലേ എല്ലാവരും? സെറ്റ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കാം, ലൈവ് കാണാം. ഇന്ന് മറക്കണ്ട.